ഈ ചിത്രീകരണ സമയത്ത് കുറേ വിഷമങ്ങൾ അനുഭവിച്ചെങ്കിലും ചാമുണ്ഡി ഗംഭീരമായിട്ട് പൂർത്തിയാക്കി. ആ സിനിമ വലിയ വിജയമായി. അതിനുശേഷം രണ്ടാമതൊരു സിനിമ ചെയ്യുന്നത് തമിഴിലാണോ മലയാളത്തിലാണോ? അത് 1993 ചാമുണ്ഡി. 94 അങ്ങനെ അതേ കമ്പനി തന്നെ എനിക്ക് രണ്ടാമതും പടം തരുന്നു. അത് ഇതിലും വലിയ ഹീറോ വിജയകാന്ത് സാർ. അതെല്ലാം എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്തതാണ്. വിജയകാന്തിൻ്റെ പടം വന്നു. വിനീതയാണ് അതിലത്തെ നായിക. അതിൻ്റെ സബ്ജക്റ്റ് തന്നെ സ്റ്റുഡിയോൻ്റെ അകത്താണ്. ഫുള്ള് സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ട് ഒരു ടെലിവിഷൻ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ടെലിവിഷൻ സ്റ്റുഡിയോൻ്റെ അകത്ത് ഫുള്ള് അതേമാതിരി ക്യാമറ സെറ്റ് ചെയ്യാറ്. അതിൽ വില്ലനായിട്ട് വരുന്നത് രാജൻ പി ദേവാണ്. രാജൻ പി ദേവാണ് വില്ലൻ. അപ്പോൾ നമുക്ക് മലയാളി സാന്നിധ്യം വന്നു. എനിക്ക് പടം തന്നത് KR ഉദയശങ്കർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറാണ്, DFT ആണ്. രാമായി വയസ്സിക്ക് വന്താൻ എന്ന് പറയുന്ന ഒരു പടത്തിന്റെ ഹീറോ ആണ്. അന്ന് മേനക ചേച്ചിയാണ് അതിൻ്റെ ഹീറോയിൻ. ആ പടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടം അത്. അത് അയാളാണ് ഡയറക്ടർ. എനിക്ക് എന്നെ തമിഴിലെല്ലാം ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ അയാൾ, ഉദയശങ്കർ. നല്ലൊരു മനുഷ്യൻ. അപ്പോൾ ആ പടം ഷൂട്ടിങ് തന്നെ ഫുൾ ഫ്ലോറിലാണ്. ഒരു വാഹിനി സ്റ്റുഡിയോൻ്റെ എല്ലാ ഫ്ലോറിലും ഷൂട്ടിങ്ങാണ്. അത് പകല് രാത്രി അധികവും നൈറ്റ് തന്നെ. ഈ നൈറ്റ് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ പല ഷൂട്ടിങ്ങുകളും വരും ഔട്ട്ഡോറിലല്ലോ. അങ്ങനെ ഒരു ദിവസം അവിടെ ഞാൻ പെട്ടെന്ന് ഇത് പറയാൻ കാരണം അത്രേ ഉള്ളൂ. ഇന്നത്തെ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ശ്രീ വിജയ്, അയാളുടെ ആദ്യ പടം അയാളുടെ അച്ഛൻ S. A. ചന്ദ്രശേഖർ ഡയറക്റ്റ് ചെയ്യുന്ന പടം. ആ സമയത്ത് നമ്മൾ വിജയകാന്തിൻ്റെ പടം ചെയ്യുന്നു. ഇതൊരു ചെറിയൊരു പടം, നമ്മളൊന്നും വലിയൊരു ഗൗനിക്കാതെ നടന്നൊരു പടമാണത്. അത് ആദ്യ പടം പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. വിജയിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പയ്യൻ അവിടെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ. ഒരു സ്റ്റാർ ലുക്കൊന്നുമില്ല, ഒന്നുമില്ല, അല്ല വന്നിട്ടേ ഇല്ല. അപ്പൊ അയാളുടെ മകൻ. അപ്പോൾ ശരി, ഇവനെ എങ്ങനെയെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു അച്ഛൻ്റെ പ്രയത്നമായിരിക്കാമെന്ന് മനസ്സുകൊണ്ട് നമ്മൾ വിചാരിച്ചു. പുച്ഛിച്ചിട്ടൊന്നുമില്ല, പറയാൻ പറ്റൂല. നാളെ അന്ന് അങ്ങനെ ആലോചിച്ചു. അയാൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് അന്നേ, ഇന്ന് ചീഫ് മിനിസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ അന്നേ പോയി കാലിൽ വീഴാൻ പറ്റൂലല്ലോ. അന്ന് അവിടെ വാഹിനി സ്റ്റുഡിയോയില് റോഡിൽ ഇങ്ങനെ ഇരിക്കുക ഇയാള്. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, അന്ന് അതൊരു അരങ്ങായിരുന്നു. കാരണം ഈ സ്റ്റുഡിയോയുടെ ഫുട്പാത്തിന്റെ ആ കല്ലിമ്പുറത്തൊക്കെ ഇരിക്കുക, വെട്ടിപ്പുറത്ത് ഇരിക്കുക, രാത്രി പകലൊന്നുമില്ലാതെ. അത് ഒരു അരങ്ങ് തന്നെ, അരങ്ങ് തന്നെ. സിനിമ മദ്രാസിലായിരുന്നു. അത് 24 hours ആണ്. അവിടെ ഷൂട്ടിങ് പറഞ്ഞ വൈകുന്നേരം രാത്രിയാകുമ്പോ ഒരു 2 മണിയാകുമ്പോ ഒരു ബന്നും അതിൻ്റെ ഉള്ളിൽ കുറെ ഇതെല്ലാം ഇട്ടിട്ട് വരും. രാത്രിയും പകലൊന്നും അറിയാറൊന്നുമില്ല. സ്റ്റുഡിയോന്റെ അകത്താകുമ്പോ പിന്നെ ഒന്നും അറിയില്ല. അതും ഈ സ്റ്റുഡിയോയില് ഫുള്ള് പെയിന്റ് അടിച്ചിട്ട് ഈ പെയിന്റിന്റെ ഈ പൊടി വീണ് അതെല്ലാം മൂക്കിൽ കയറും. ഭയങ്കര ചൂടായി. ചുരുങ്ങിയ 4 ജനറേറ്റർ എല്ലാം കത്തും. എന്താ പറഞ്ഞാൽ അത്രയും ലൈറ്റുകള്, ഇത്രയും ലൈറ്റ് കത്തണം മേലെ എന്ന് പറഞ്ഞാൽ കോടമേലെല്ലാം ചുരുങ്ങിയത്. ഓരോ ഫ്ലോറിന്റെ ഉള്ളിൽ ഓരോ ചുമരിനും ലൈറ്റ് കൊടുക്കണം നമ്മള്. അത് സെപ്പറേറ്റ്. അത് ഇന്നത്തെ ഒരു ക്യാമറമാൻ 100% ഞാൻ ബെറ്റടിക്കാം, ഒരു ക്യാമറമാന് അങ്ങനത്തെ ഒരു സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റപ്പ് ചെയ്യാൻ പറ്റൂല. അത് പഠിച്ചു വരണം ആദ്യം. ലൈറ്റപ്പ് എന്താണെന്ന് പഠിച്ചു. ഇന്നൊന്നും അതൊന്നും ഇല്ല. പക്ഷെ അതുകൊണ്ട് എല്ലാവരും മോശം ഞാൻ പറയുന്നതല്ല, പറ്റൂല. അത് പഠിക്കണം. അത് പഠിച്ചാലാണ് ഒരു 10 കൊല്ലങ്ങളെല്ലാം അതിൻ്റെ ബാക്കിൽ നടന്ന് പഠിച്ചാൽ മാത്രമേ. ഓരോ ലൈറ്റും ജൂനിയർ, സീനിയർ, ടണ്ണർ ഇതെല്ലാം കോടേൻ്റെ മേലെയാണ്. അവിടെ വെച്ച് ഫുൾ ലൈറ്റപ്പാണ്. എന്താ പറഞ്ഞാൽ ഷെയ്ഡ് വരാൻ പാടില്ല. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷെയ്ഡ് ചുമരിൽ പോകാൻ പാടില്ല. അപ്പോൾ അത് എങ്ങനെയാണ് അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിമ്മ് മീൻസ് ബാക്ക് ലൈറ്റ് കൊടുക്കണം. എത്ര കണ്ട് റിസ്കിൽ ബാക്ക് ലൈറ്റ് വെക്കുന്നുണ്ടോ അത്ര കണ്ട് സൗന്ദര്യം ഉണ്ടാവും. ആർട്ടിസ്റ്റ് മോൾഡാവും. സൗന്ദര്യം നമ്മൾ ഉണ്ടാക്കലാണ്. ചില ആർട്ടിസ്റ്റ് സൗന്ദര്യം ഉണ്ടാവും. ചെയ്ത് വെടക്കുവാക്കാം, നന്നാക്കുകയും ചെയ്യാം. അത്രക്ക് നന്നാക്കാം. നമുക്ക് ആർട്ടിസ്റ്റിനെ മോൾഡ് ചെയ്തെടുക്കാം നമ്മൾ ലൈറ്റിൽ. അതൊരു ക്യാമറാമാൻ്റെ കഴിവ് തന്നെ. അപ്പൊ നമുക്ക് ഇറക്ക കഴിവുണ്ടോ അങ്ങനെ ചിലരൊക്കെ എന്നെ കുറിച്ചൊന്നും. തീർച്ചയായിട്ടും നമ്മളെ കാല് പിടിച്ച് വരുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. എത്രയോ ആർട്ടിസ്റ്റുകൾ എൻ്റെ കാല് പിടിച്ച് വന്ന ആർട്ടിസ്റ്റ് ഉണ്ട്. പണി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാനങ്ങനെ കൊടുക്കാറില്ല. പണി നമുക്കാരും തന്നില്ല, പക്ഷെ ഞാനായിരിക്കും കൊടുക്കാറില്ല പണി. അപ്പൊ അങ്ങനെയാണ് ഈ സ്റ്റുഡിയോയില് ലൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചൂട് കൊണ്ട് ഇത്രയും ലൈറ്റ് കത്തുന്നതല്ലേ. ഇന്നത്തെ മാതിരി കൂൾ ലൈറ്റ് ഒന്നുമല്ല, എല്ലാം ഹെവി ലൈറ്റ് ഇടുമ്പോൾ
ഇങ്ങനെ തീ വരുമ്പോൾ ഒന്ന് പുറത്തേക്ക് AC ഇല്ല. ഇല്ല. അന്ന് AC ഇല്ല. ആർട്ടിസ്റ്റും അവിടെ തന്നെയാണ് ഇരിക്കുക. കാരവനില്ല. അതിൻ്റെ അകത്ത് തന്നെ രാത്രി നമ്മൾ വെളുത്ത ടവലെല്ലാം എടുത്തിട്ട് മൂക്കിൻ്റെ ഉള്ളിൽ ഒന്ന് തുടച്ചു നോക്കിയാൽ അത് ഫുള്ള് കറുത്തിട്ട് അത്രയും ശ്വാസകോശ രോഗം വന്നു. അതിൽ വലിയൊരു സംഭവം ഞാൻ പറയാം. അത് വിജയകാന്ത് സാറിനെ പറ്റി പറഞ്ഞാൽ അത് ആ പടത്തിൻ്റെ രണ്ടാമത്തെ പടത്തിൻ്റെ കഥകൾ പൂർത്തിയാവും. 6 ദിവസം കണ്ടിന്യൂസ് ഡേ നൈറ്റ് ഒരു ഡയറക്ടർ നിൽക്കൂല, ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് നിൽക്കൂല. നിൽക്കേണ്ടത് മൊത്തം ക്യാമറാമാനാണ്. തുടങ്ങുന്നത് സീൻ, രാവിലെ സീൻ എടുത്തു, വൈകുന്നേരം ആകുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അന്ന് പേക്കപ്പായില്ല. രാത്രി അപ്പോൾ ഇമ്മീഡിയറ്റ് പറയുന്നേക്കുന്നു നമുക്ക് രാത്രി ഫൈറ്റ് എടുക്കണം. വന്നോ, ആള് മാറി, ഡയറക്ടർ പോയി, ഫൈറ്റ് മാസ്റ്റർ വന്നു. ഫൈറ്റ് മാസ്റ്റർ റെസ്റ്റ് എടുത്തിട്ട് വരിക. നമ്മളിവിടെ രാവിലെ മുതൽ 6 മണി വരെ പണിയെടുത്ത് നിൽക്കുക. അടുത്ത ഫൈറ്റ് വിജയകാന്ത് സാറാണ്. മൂപ്പര് കുറച്ച് നിൽക്കും. മൂപ്പര് ഒരു 2 മണി വരെ എല്ലാം നിൽക്കും. ബാക്കിയെല്ലാം ഡ്യൂപ്പിൽ വെച്ച് എല്ലാം ചെയ്യേണ്ടതെല്ലാം രാവിലെ വരെ നമ്മൾ ചെയ്യും. വിജയകാന്ത് സാറ് പോകും, മൂപ്പര് പോവും. പിറ്റേ ദിവസം വീണ്ടും രാവിലെ സീന് അല്ലെങ്കിൽ സോങ്, ഡാൻസ് മാഷ് വരും. നമ്മൾ കണ്ടിന്യൂ 6 ദിവസം പോയാലേ നമ്മുടെ അവസ്ഥയിൽ നമ്മുടെ രണ്ടാമത്തെ പടം ഒന്നും മിണ്ടാൻ പറ്റൂല. ചെയ്യാം അതായത് നമുക്ക് പറയാൻ പറ്റുമോ, ചെയ്യാൻ പറ്റൂല പറഞ്ഞാൽ അടുത്ത ക്യാമറമാനെ വിളിക്കുക അറിയും. മനസ്സിലായ? അപ്പോൾ ഈ 6 ദിവസം ഉറങ്ങാതെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം കടൽക്കരയിൽ നൈറ്റ് ഷൂട്ടിങ്, വിജയ് സാറും രാജൻ പി ദേവും കടൽക്കരയിൽ ബീച്ചിൽ, മറീന ബീച്ചിൽ ക്യാമറ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ക്യാമറയിൽ ഒരു കണ്ണ് ക്ലോസ് ചെയ്തിട്ട് മറ്റേ കണ്ണ് നോക്കുമ്പോൾ അറിയാണ്ട് ഈ കണ്ണും ക്ലോസ് ആയി പോകും. എന്താ പറയുക, 2 കണ്ണ് തുറന്ന് നിന്നാൽ എങ്ങനെയും ഉറങ്ങാതെ നിൽക്കാം. ഇത് അറിയാണ്ട് മൂടും. അത് 6 ദിവസത്തെ ഉറക്കണ്ടേ. എന്താ പറഞ്ഞാൽ സോങ് എടുക്കും, ഫൈറ്റ് കൊടുത്തു, സീനും എടുത്തു, ഇതെല്ലാം കഴിയുമ്പോഴേക്കും 6 ദിവസമായി. ഇത് ഉറങ്ങാത്തത് ഞാൻ മാത്രമേ ഉള്ളൂ. അതൊന്നും മറ്റുള്ളവർക്കൊന്നും ബാധകമേ ഇല്ല. ഭക്ഷണം കഴിക്കാൻ വരെ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഉറങ്ങിയാൽ ഏറ്റവും അധികം പ്രശ്നം വരുന്ന എവിടെ പറഞ്ഞാൽ ക്യാമറ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചില സമയം ഫിക്സഡ് ആയിരിക്കും. മറ്റേതെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഈ ഫിക്സ് ചെയ്ത് വെച്ച ദിക്കിൽ ഉറങ്ങിപ്പോവും. ഉറങ്ങിയാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ കാലിൻ്റെ ജോയിൻ്റ് ഉണ്ടല്ലോ, കാലിൻ്റെ ജോയിൻ്റ് അവിടെ ലൂസാവും. ഒട്ടക്കാന്ന് പറഞ്ഞിട്ട് പോകും. അപ്പം ചുറ്റും പെട്ടെന്ന് ഇത് ഒരു ശ്രദ്ധിച്ച് ഒരു 3 പ്രാവശ്യം ഇങ്ങനെ വീഴുന്ന സമയത്ത് നമ്മുടെ രാജൻ പി ദേവ് ഉണ്ടല്ലോ, എന്നെ ശ്രദ്ധിച്ചു. ക്യാമറമാൻ ഉറങ്ങുകയാണല്ലോ. അപ്പോൾ തന്നെ മൂപ്പൊരു സോഡ പൊട്ടിച്ചു കൊണ്ടുവന്ന് എന്നോട് പറയും, മുഖം കഴുകി അത് ഇതാക്ക്. എനിക്ക് പോയി ഉറങ്ങാൻ പറ്റൂല, അസിസ്റ്റന്റിനെ വെക്കാൻ പറ്റൂല, വേറെ വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ രാജമീതനോട് സംഭവം പറഞ്ഞില്ലേ? പറഞ്ഞു. ഇത്രയും ദിവസം സാധാരണ പാവം, അയ്യോ പാവം, അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിറ്റത്തെ ദിവസം സ്റ്റുഡിയോയിൽ ഷൂട്ടിങ്ങാണ്. രാവിലെ പോയിട്ട് ഞാൻ ലൈറ്റപ്പ് ചെയ്യണം. സ്റ്റുഡിയോ വാഹിനി സ്റ്റുഡിയോയിൽ ആ പടം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. പദവി പ്രമാണം ഫ്ലോറ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 500 മീറ്ററെല്ലാം ഉണ്ടോ അതിൻ്റെ നീളം തന്നെ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഈ പുറത്തെ ഒരു ഡൺ സെറ്റ് മീൻസ് ഈ ഗുഹ മാതിരിയുള്ള സ്ഥലം, കാട്ടിൻ്റെ ഉള്ളിൽ ഈ എലികളും പാമ്പുകളും എല്ലാം ഉള്ള ഒരു സ്ഥലം, പഴുതാര, അങ്ങനെ പലതും. ഈ വലിയൊരു പോണ്ട്, അതിൽ നിറയെ വെള്ളം, അതെല്ലാം സ്റ്റുഡിയോയിൽ ചെയ്യുന്നതാണ്. ഫുള്ള് സെറ്റപ്പ്. മരം, ചെറിയ ഉണങ്ങിയ മരം, കുറേ മാറാല ഇങ്ങനൊരു സൈഡിലുണ്ടാവും. ഇപ്പോൾ ഇതെല്ലാം വകഞ്ഞു മാറ്റിയിട്ടാണ് വിജയ് സാറ് ഇവിടെ തഞ്ചാവൂർ ഒരു അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിലെ കൂടി വന്ന് ഇവിടെ കയറുക. അത് തഞ്ചാവൂർ എടുത്തു നമ്മൾ. അവിടെ കുളത്തിൽ ഇറങ്ങി ഇറങ്ങി. അത് വിഞ്ചി എന്ന് പറയുന്നതല്ല, അതിൽ കൂടി ഇങ്ങനെ ഇറങ്ങി ഇതിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് കൂടി വീണ്ടും തുരങ്കം വഴി മേലേക്ക് വരുന്നതാണ് ഒരു ഡൺ സെറ്റ്. അത് സെറ്റിൽ അങ്ങനെ ചെയ്താലേ നടക്കുള്ളൂ. വിജയകാന്ത് ഈ സ്റ്റുഡിയോന്റെ അകത്താണ് ഈ കയറി വരുന്നത്. അപ്പോൾ ഈ കുറേ എലികളെല്ലാം ഓടും അതിലെല്ലാം, വെള്ളത്തിൽ. മുതല മാത്രം ഉണ്ടായില്ല, ഒറിജിനൽ എലിയിലെല്ലാം കൊണ്ടുവന്നു. ഒറിജിനൽ അത് മാത്രമാണ്. ഒരു 100-150 പാമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരും. ചാക്കില് മൂടി കെട്ടി കൊണ്ടുവരാം. ഒരു 3-4 ചാക്ക് പാമ്പ്, നല്ല പാമ്പ്, ചേര. അത് ഏതെല്ലാം ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ, പോയിസൺ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ, ഒന്നുമില്ല. അഴിച്ചു വിടുമ്പോൾ അത് അങ്ങോട്ട് ഓട്ടാണ്. അത് ആ ഷോട്ടിന്റെ സമയത്ത് അഴിച്ചു വിടുക. എവിടെ ഉത്പല് ഞാൻ ക്യാമറ പിടിച്ച് ഞാൻ അങ്ങനെ നിൽക്കണം, ബാക്കി എല്ലാവരും പതുങ്ങി നിൽക്കും. ഞാൻ ഈ ബാറ്ററി ഉണ്ടല്ലോ, ചുരുങ്ങിയ ഒരു 1.5 അടി ആയിട്ടുള്ള ബാറ്ററിന്റെ മേലെ കയറി നിൽക്കും. എന്താ പറഞ്ഞാൽ എന്തായാലും
വരും, നമ്മളെ കാലിലേക്ക് വരും. പാമ്പിന് കാല് ഇതൊന്നും ഇല്ലല്ലോ. ഇത് ഒരു 100 എണ്ണത്തിന് അങ്ങോട്ട് അയച്ചു വിട്ടു. പകരം കുറെ അധികം കാണിക്കാൻ വേണ്ടിട്ട് ഈ പടവലങ്ങയുണ്ട്. പടവലങ്ങ ഡിസ്റ്റൻസിലെല്ലാം പടവലങ്ങ കുറേ ഉണ്ട്. അപ്പൊ അത് പാമ്പായിട്ട് നമുക്ക് തോന്നും. അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ മനസ്സിൽ സിനിമയിലും അങ്ങനെ വന്നു. ഇത്രയും ഒരു 150 പാമ്പിനെ സ്റ്റുഡിയോയിൽ തുറന്നു വിടുന്നതാണ് ഈ സീൻ. അപ്പൊ ഫുൾ ലൈറ്റപ്പ് ചെയ്യണം. ലൈറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. ഈ പാമ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെല്ലാം പിടിച്ച് കിട്ടണ്ടേ, ഇതിന്റെ ഉള്ളിൽ നിന്നല്ലേ ഈ വലിച്ചെടുക്കണ്ടേ. ഇതാണ് സീൻ. ഞാൻ ലൈറ്റപ്പ് എല്ലാം ചെയ്ത് രാവിലെ കണ്ടിന്യൂ, രാവിലെ 4 മണിക്ക് വീട്ടിലേക്ക് എത്തുന്നു, കുളിക്കുന്നു, വരുന്നു, ഇവിടെ ലൈറ്റപ്പ് ചെയ്യുന്നു, വീണ്ടും ഷൂട്ടിങ്. നോക്കുമ്പോൾ വിജയ് സാറ് വരുന്നു. വന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ടയേർഡായിട്ട് ഇങ്ങനെ ഇരിക്കുക, അടഞ്ഞ്. ആ സമയത്ത് വിജയ് സാർ വന്ന് എന്നോട് പറഞ്ഞു, വിജയ് സാർ മീൻസ് വിജയകാന്ത് വന്നു, എന്നെ കണ്ടു. മൂപ്പർക്ക് ഒരു സംശയം തോന്നി. മൂപ്പര് ഉറങ്ങിയില്ല എന്തായാലും. ഞാൻ ക്യാമറ അപ്പം തന്നെ ആരെയോ വിളിച്ചു. ക്യാമറാമാൻ എത്ര ദിവസമായി ഉറങ്ങിയിട്ട് ചോദിച്ചു. അത് ഒരു 6 ദിവസമായി. അയാൾക്ക് ഭയങ്കര മാനസിക നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അത് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല അയാളെ പറ്റിയിട്ട്. അത്രയും നല്ലൊരു മനുഷ്യനാണ്. എന്നോട് പറഞ്ഞു, ഞാൻ കുറേ പടം വർക്ക് ചെയ്തിട്ടുണ്ട് പണ്ട്. ഇവരുടെ സ്വന്തമായിട്ടുള്ള റാവുത്തർ ഫിലിംസിൽ പൂലം വിസാരണൈ, അങ്ങനെ കുറച്ച് ക്യാപ്റ്റൻ പ്രഭാകരൻ, ഇതിലെല്ലാം ഞാൻ കുറേ ദിവസം വർക്ക് ചെയ്തു. അസോസിയേറ്റ് ആയിട്ടോ അസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാപ്റ്റൻ പ്രഭാകരനിൽ അല്ല, അതെ, പൂലം വിസാരണയിൽ കുറേ ഏകദേശം പകുതി പടം ഞങ്ങൾ തന്നെ ചെയ്തു. എൻ്റെ ഫൈറ്റും ബാക്കി കാര്യങ്ങളെല്ലാം ബോംബെയിൽ. അപ്പോൾ വിജയ് സാർ എന്ത് പണി എടുത്തു പറഞ്ഞാൽ എന്നോട് പറഞ്ഞു, വിളിച്ചു, പ്രൊഡ്യൂസറാവുമെന്ന് വിളിക്കുക. പ്രൊഡ്യൂസർ വന്നു. പ്രൊഡ്യൂസർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ക്യാമറാമാൻ ഉറങ്ങിയിട്ട് 6 ദിവസമായി. ക്യാമറാമാൻ ഇനി ഉറങ്ങി റെസ്റ്റ് എടുത്തതിന് ശേഷം ഷൂട്ടിങ് മതി. ഇത്രയും ലൈറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ജൂനിയർ ആർട്ടിസ്റ്റ് വരേണ്ടവരെല്ലാം വന്നു. ഇത്രയും പാമ്പ് സെറ്റപ്പ് റെഡി. അന്നത്തെ ചുരുങ്ങിയത്, അന്ന് 94 ചുരുങ്ങിയത് ഒരു 3 ലക്ഷമെങ്കിലും പ്രൊഡ്യൂസർക്ക് ആ സമയത്ത് നഷ്ടം വരും കയ്യിൽ നിന്ന്, ഒറ്റ ദിവസം പേക്കപ്പ് ചെയ്താൽ. അന്ന് വിജയകാന്ത് സാർ പ്രൊഡ്യൂസറിനെ വിളിച്ച് എന്ന് പറഞ്ഞു പറയാം, സാർ ഇന്ന് ക്യാമറാമാന് റെസ്റ്റ് കൊടുക്കും, വേറെ ക്യാമറാമാനെ വെച്ചിട്ട് ചെയ്യാമെന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞാൽ അതെൻ്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ ചെയ്യണം. ക്യാമറാമാന് റെസ്റ്റ് കൊടുക്കും, ഇന്നേക്ക് എന്ത് ചിലവ് വരുന്നുണ്ടോ ആ ചിലവ് എൻ്റെ എമൗണ്ടിൽ കട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് വിജയകാന്ത്. അദ്ദേഹത്തിന് എന്താ പറയുക, അത്രയ്ക്ക് നല്ല മനുഷ്യൻ. എന്താ പറഞ്ഞാൽ നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ ക്യാമറാമാൻ കഴിച്ചോ, ഇത്രയും തങ്കമായിട്ടുള്ളൊരു മനുഷ്യൻ മനസ്സുകൊണ്ട്. അതേപോലെ വർക്കിലും ഫൈറ്റെല്ലാം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ അയാൾ ഡ്യൂപ്പില്ലാത്തതാണ്. കയറി ചുമരിൽ കയറും, ചവിട്ടി കയറി അടിക്കുന്ന കണ്ടില്ലേ. ഫൈറ്റിൽ മന്നനെ എന്താ പറയുക, അത്രക്ക് സൂപ്പറായിട്ട് ഫൈറ്റും ചെയ്യും. പക്ഷെ മനസ്സുകൊണ്ട് ഇത്രയും നല്ലൊരു മനസ്സ് അദ്ദേഹത്തിന് സമ്മതിക്കണം. അല്ല, ഒരു കാര്യം എൻ്റെ ഇടയിൽ വിട്ടുപോയി. ഈ വിജയകാന്ത് പറഞ്ഞിട്ട് അന്ന് ഷൂട്ടിംഗ് നിർത്തിവെച്ചു. പിന്നെ ഷൂട്ടിംഗ് നിർത്തിവെച്ചു. അദ്ദേഹത്തിൻ്റെ കാശ് കൊടുത്തിട്ടുണ്ടാവും, അതൊന്നും എനിക്കറിയില്ല. എന്നാലും പറയാൻ കാണിച്ച ഒരു മനസ്സ് ആരെങ്കിലും അത് ചെയ്യുമോ? അന്ന് ഈ 3 ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഇന്നത്തെ നല്ല എമൗണ്ടായി അത് 94. ഇപ്പോൾ ഒരു കാര്യം വ്യക്തം, കാരണം വിജയകാന്ത് അന്ന് അങ്ങനെ പറഞ്ഞു. ഇന്നിപ്പോൾ 2026 നമ്മൾ നിൽക്കുന്നത് 1994. ഇത്രയും വർഷത്തിനിടയിൽ അതുപോലത്തെ ഒരാളെ കണ്ടുമുട്ടിയില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. എന്താ പറഞ്ഞാൽ ഒരാളും ചെയ്യില്ല. ഇന്ന് ഫോൺ ചെയ്താൽ എടുക്കാത്ത എത്രയോ ആർട്ടിസ്റ്റ് ഉണ്ട്. എൻ്റെ കാല് പിടിച്ച് വന്ന് എൻ്റെ കാലിൽ തൊട്ട് വീണ് ആദ്യമായിട്ട് പടത്തിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ഫോൺ ചെയ്താൽ എടുക്കൂല. എന്താന്ന് പറഞ്ഞാൽ അയാൾ കാശ് ചോദിക്കാനായിരിക്കും, ഇതെല്ലാം ആയിരിക്കും സംശയം. എടുക്കൂല. ഇത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമ, എനിക്ക് വേണ്ടി ഇത്രയും എമൗണ്ട് ചിലവ് ചെയ്തു എന്ന് പറയാനുള്ള മനസ്സുണ്ടല്ലോ, അതൊരിക്കലും അയാളെ മറക്കാൻ പറ്റില്ല വിജയകാന്ത് സാറിന്. ആള് മരിക്കുന്നവരുള്ള ബന്ധം നല്ലൊരു ബന്ധം. പിന്നെ ഞാൻ അതിൻ്റെ ശേഷം ഞാൻ കണ്ടത് എവിടെ വെച്ച് പറഞ്ഞാൽ, ഞാനൊരു ലൊക്കേഷൻ നോക്കാൻ മലേഷ്യയിൽ പോയ സമയത്ത് നോക്കുമ്പോൾ വിജയകാന്ത് സാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഹലോ വരൂ. അപ്പം ഞാൻ ഇങ്ങനെ കുറേ രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടും ചോദിച്ചു. ഇങ്ങനെ അന്ന് രാഷ്ട്രീയത്തിൽ നല്ല ആളാണ്. അന്ന് ഇതെല്ലാം നമ്മളെ എത്രയോ ഓർത്ത് നിൽക്കണം. എന്നെ അദ്ദേഹം എന്നെ വിളിക്കുന്നത് അത് അപ്പോൾ ഒരു കാര്യം അതിന് പറയാനുണ്ട്. പൂലം വിസാരണ ആർ കെ ശെൽവമണി ഡയറക്റ്റ് ചെയ്ത പടം.
അത് വേറൊരു ക്യാമറാമാനായിരുന്നു. ഞങ്ങൾ ആ പടത്തിൻ്റെ പകുതി എപ്പിസോഡ് ഏകദേശം പകുതി പടം ഞങ്ങളായത്. എൻ്റെ ഗുരു, ഞാൻ അസിസ്റ്റൻ്റ്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ബോംബെയിലാണ്. ബോംബെയിൽ ഷൂട്ടിങ്ങിന് എനിക്ക് അസിസ്റ്റൻറ്റിനൊന്നും ഫ്ലൈറ്റ് കൊടുക്കില്ല. ക്യാമറാമാൻ ഫ്ലൈറ്റിൽ വരും. ഞാൻ മേക്കപ്പ് മാൻ മറ്റതിലെ കുറേ ആൾക്കാർ അങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ട്രെയിനിൽ ചെന്നൈ ടു ബോംബെ. അപ്പോൾ ബോംബെയിൽ ട്രെയിനിൽ പോയി ട്രെയിൻ ഇറങ്ങും. അപ്പോൾ അതെല്ലാം പ്ലാൻ ചെയ്ത് ഞങ്ങളെല്ലാം കയറി ബോംബെ എത്താനാകുന്ന സമയത്ത് ബോംബെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ അവിടുത്തെ തമിഴിലെ ആൾക്കാർക്കെല്ലാം അറിയാം വിജയൻ സാറിൻ്റെ ഷൂട്ടിംഗ് അവിടെ വരുന്നുണ്ട്. ഷൂട്ടിംഗ് വരുന്നുണ്ടെങ്കിൽ റാവുത്തർ സാറ് വരുന്നുണ്ട്. റാവുത്തർ സാറ് നല്ല തടിയുണ്ടാവും, പ്രൊഡ്യൂസറാണ് റാവുത്തർ. നല്ല വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് നല്ല രസമുണ്ടാവും കാണാൻ. നല്ല തടിയും നല്ല ഗ്ലാമറും ഉണ്ട്. ഇവരെല്ലാം വരുന്നു എന്നുള്ള ന്യൂസ് അവിടുത്തെ തമിഴ് രസികർക്ക് മനസ്സിലായി. അവരെ സ്വീകരിക്കാൻ വേണ്ടി തമിഴ് സർ അവിടെയുള്ള തമിഴന്മാരെല്ലാം കൂടി വന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങുന്നു. ഇറങ്ങിയ ഉടനെ കുറച്ച് ആൾക്കാർ വന്നിട്ട് എനിക്ക് കൊണ്ടുവന്ന് മാലിയിടുക. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. അപ്പം ഞാനെന്താ എന്താ ഞാൻ ഞെട്ടി. എനിക്ക് മാലയിടുക വന്ന്. സത്യം അവര് സ്വീകരിച്ചതാ. ബോംബെയിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അപ്പൊ കുറെ ആൾ എന്നെ നോക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അറിയുമ്പോഴേക്ക് സംഭവം അവർക്ക് ആള് മാറി. റാവുത്തർ ഫിലിംസിന്റെ റാവുത്തർ സാറാണ് ആ ട്രെയിനിൽ വരുന്നത്. ഇവര് വന്ന് മാലയിട്ട് റാവുത്തർക്കായിട്ട് മാല. ഇത് വിജയ് സാർ അറിഞ്ഞു. പിന്നെ എന്നെ പറ റാവുത്തർ തന്നെ വിളിക്കുക. ഉത്പൽ റാവുത്തർ. പിന്നെ മമ്മൂട്ടി വിളിക്കും. ഇടയിൽ മമ്മൂട്ടി വിളിക്കും. മലയാളം മമ്മൂട്ടി ഒരു എന്നെ വിളിക്കലുണ്ട്. എന്റെ പേരൊന്നും വിളിക്കില്ല ഇവര്, വിജയ് സാർ. അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു പേരൊക്കെ ഉണ്ട് മൂപ്പരുടെ. വിളിക്കാൻ എളുപ്പം ഏതോ ചില മമ്മൂട്ടിനെ പോലെ ആയെങ്കിലായല്ലോ കുറച്ച്. അപ്പോൾ അതങ്ങനെ ഒരു സംഭവം. ഈ പിറ്റത്തെ ദിവസം ഷൂട്ടിംഗ് അവിടെ പദവി പ്രമാണത്തിൻ്റെ ഷൂട്ടിംഗ് മുത്തുക്കാട് കയറിയുന്നൊരു സ്ഥലം, കോവളം മുത്തുക്കാട് കയറിയുന്നത്. അത് മുത്തുക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണക്കൂട്ടാം. അപ്പോൾ ഒന്ന് നമ്മൾ എന്താണ് ഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മൾ കണക്കൂട്ടിക്കൊള്ളണം. ഫൈറ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് നല്ല ഡ്രസ്സ് ഒരു മാതിരി ആയിരിക്കും, ഒരു കൗബോയ് ടൈപ്പും അങ്ങനെ ഇതെല്ലാം ആക്കിയിട്ട് വെള്ളത്തിലെല്ലാം ഇറങ്ങേണ്ടി വരും. അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അന്ന് എടുക്കുന്നത് ഒരു കാറ് വരും. അപ്പോൾ മുത്തുക്കാടിൽ നല്ലൊരു ഏരിയ ഉണ്ട്, കടലിലേക്ക് ചേരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ബ്രിഡ്ജ് ഉണ്ട്, നല്ല വീതിയിൽ. എന്താ പറഞ്ഞാൽ അവിടെയെല്ലാം ഈ ഫൈറ്റിന് ഇതിലെല്ലാം പോയി കഴിഞ്ഞാൽ ചേസിങ്ങിനെല്ലാം പോയാൽ അവിടെ വണ്ടികൾ കുറവായിരിക്കും. എന്താ പറഞ്ഞാൽ മഹാബലിപുരം പോകുന്ന റൂട്ടാണ്. അപ്പോൾ ചെന്നൈ ടു മഹാബലിപുരം ആ റൂട്ടിൽ വലിയ വണ്ടിയൊന്നും ഉണ്ടാകും. നമുക്ക് പറഞ്ഞാൽ അവിടെ നിർത്താം. നല്ല റോഡായിരിക്കും, നല്ല സ്ട്രെയിറ്റ് റോഡ്. എന്നിട്ട് ഇപ്പോഴാണ് കുറേ എല്ലാം സ്ട്രെയിറ്റ് റോഡ് വന്ന്. അന്ന് ഏറ്റവും നല്ലൊരു റോഡാണ് ഈ മുത്തുക്കാട്. സൈഡെല്ലാം ഫുള്ള് മണലായിരിക്കും. അപ്പോൾ ഫൈറ്റ് ചെയ്യുമ്പോഴും വേറെ എന്താ സംഭവിച്ചാലും ഒന്നും വലിയ കല്ലിലോ പോയി വണ്ടിയൊന്നും ഇടിക്കില്ല. അപ്പോൾ ഈ വലിയൊരു റാമ്പ് വെച്ച് ഈ കാറുണ്ടല്ലോ, ഒരു വൈറ്റ് അംബാസഡർ, അന്ന് അംബാസഡറാണ്. അംബാസഡർ ഇങ്ങനെ വന്ന് ഈ റാമ്പിൻ്റെ മേലെ കയറി പുഴയിലേക്ക് പോകുന്നതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ അംബാസഡറിൻ്റെ 4 ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 4 ആൾക്കാരുണ്ട്, വില്ലന്മാർ. അവർ ജമ്പ് ചെയ്യണം. വിജയ് സാറ് പിന്നെ ചേസ് ചെയ്ത് വരിക, വന്ന് ഇങ്ങനെ, അത് ഡ്യൂപ്പാണ്, പോകണം. അതെ, ഡ്യൂപ്പ് ഇങ്ങനെ കടലിലേക്ക്, സോറി പുഴയിലേക്ക് വീഴും. ബാക്കിലെ അംബാസഡർ വന്ന് ഡോറ് തുറന്ന് ഇവർ ചാടണം. ഇല്ലേ വണ്ടീൻ്റെ ഉള്ളിൽ കുടുങ്ങി പോകും. അത് അങ്ങനെ ആക്കിയതാ. ഡോറെല്ലാം തുറന്ന് വെച്ച് ഫുള്ള് തുറന്ന് എല്ലാം ചാടാൻ അങ്ങനെ ഇതാക്കി. ഈ വണ്ടി റാമ്പിൽ കയറി ഞാൻ ഒരു ക്യാമറ വെച്ച് ഫുൾ വൈഡ് ആംഗിളാണ്. വൈഡ് ആംഗിൾ ആകുമ്പോൾ അത്ര ഡിസ്റ്റൻസ് കൊണ്ടുപോയിട്ട് വെക്കാൻ പറ്റില്ല, ഒരു ദൂരെയായി പോകുന്നത്. അപ്പോൾ വൈഡ് എന്ന് പറഞ്ഞാൽ അത്രയും വൈഡായിട്ട് കിട്ടും നമുക്ക്. ഈ കാറും ഇതും എല്ലാം വണ്ടി ഇങ്ങനെ പറന്നു പോവും, ബൈക്ക് അത് ഡ്യൂപ്പ് ജമ്പ് ചെയ്യും. ബാക്കിൽ വില്ലന്മാർ 3-4 ആൾ അതിൽ കാറിൽ നിന്ന് ഇങ്ങനെ പോകണം. അത് ഹൈ സ്പീഡ് ഷോട്ട്. ഞാൻ ക്യാമറ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ടിൽ ഡൗൺ ആക്കി വെച്ച്, പിന്നെ ഒരു ക്യാമറ പുറത്ത് വെച്ചിട്ട് ഈ കാറിനെ ഫോളോ ചെയ്തു. അത് വേറൊരു ക്യാമറമാനെ വെച്ചിട്ട് അത് വണ്ടി റാമ്പിൻ്റെ മേലെ ബൈക്ക് പോയി, അടുത്ത വണ്ടി വന്ന് വണ്ടി
റാമ്പിൽ കയറിയ ഉടനെ ഈ സൈഡിലെ കൈവരി ഉണ്ട് ഈ പാലത്തിൻ്റെ, ഇതിലിടിച്ച് ഈ ക്രെയിനിൻ്റെ എഡ്ജിൽ ടച്ചായി ഇല്ല. അപ്പം ഞാൻ എൻ്റെ കാര്യം തീർന്നു. എനിക്ക് ക്യാമറ ഇതിൽ കാണാൻ പറ്റും, കണ്ണ് വിടാൻ പറ്റൂല. ഒരു സെക്കൻഡ് നേരത്ത് മൊത്തം ബ്ലാങ്ക്, ഒന്നുമില്ല. എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. വണ്ടി ഈ ഇതിൽ തട്ടി പുഴയിലേക്ക് പോകും. ടേക്ക് ഓക്കെ എല്ലാവരും പറയാൻ തുടങ്ങി. എനിക്കെങ്കിലും പേടി. എൻ്റെ ഈശ്വര എന്താ പറയുക, ഫിലിമാണല്ലോ. ഞാൻ ഓക്കെ എന്ന് പറയണം, എന്നാലേ ബാക്കി എല്ലാവർക്കും സന്തോഷമാവും. ആർട്ടിസ്റ്റ് എല്ലാം ചോദിക്കും ഓക്കെ അല്ലേ സാർ, ഞാൻ എന്താ പറയുക. എനിക്കിത് ഡെവലപ്പ് ചെയ്യുന്നത് വരെ ഉറക്കില്ല. അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ഞാൻ പറഞ്ഞു ഈ ഡെവലപ്പ് ചെയ്തുമ്പോൾ ഒന്ന് കാണണം. എന്താ ഇത് ഇത്രയും നഷ്ടം എന്തായിരിക്കും, എന്തും കാരണവശം, എന്തോ ഭാഗ്യത്തിൽ ഇടിച്ചില്ല എന്നേ ഉള്ളൂ. എൻ്റെ ജീവനാണ് ടച്ച് ചെയ്തു, ടച്ച് ഒരു പോയിന്റ്, എന്തോ ഭാഗ്യം എന്താ എനിക്ക് എപ്പോഴും അറിയില്ല. ടച്ച് ചെയ്തു പോയി. മറ്റുള്ളവരൊന്നും ചിന്തിക്കേണ്ട. ഷോട്ട് റെഡി സാർ ഓക്കെ അല്ലേ, ആഹാ വെരി ഗുഡ് ഷോട്ട്, എല്ലാവരും കയ്യടി. എനിക്ക് അതിൻ്റെ ഇടയിൽ അയ്യോ അങ്ങനെയല്ല എന്ന് എനിക്ക് പറയാം. എല്ലാവരും കയ്യടിച്ച് പാസ്സാക്കി. പിന്നെ പറയാൻ പറ്റില്ല, പേടി എനിക്കാ. ഡെവലപ്പ് ചെയ്യണം, ഡെവലപ്പ് ചെയ്ത് റഷ് കാണണം. ഇമ്മീഡിയറ്റ് ലാബിലേക്ക് കൊടുത്തയച്ചു, ഡെവലപ്പ് ചെയ്തു. അവിടുന്ന് വിളിച്ചു പറഞ്ഞു ഓക്കെ ആണ്. ഇമ്മീഡിയറ്റ് മീൻസ് പിന്നെ 2 ദിവസം കഴിയും, അപ്പോഴേ അറിയുള്ളൂ. അതുവരെ ഓക്കെ സർ എന്ന് പറഞ്ഞു ഓൾറെഡി. പക്ഷെ അത് പറഞ്ഞതിന് ശേഷം ഒന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങിയത്. അത്ര ഇതെല്ലാം റിസ്ക്കാണ്. ഒരു ക്യാമറാമാൻ ഇത്രയും റിസ്കുകൾ അനുഭവിച്ച് വരണം. എന്താ പറഞ്ഞാൽ അയാളാണ് ആ സിനിമേൻ്റെ എല്ലാം. അന്ന് ഡയറക്ടർ ഓക്കെ, പക്ഷേ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഒരു ക്യാമറാമാനാണ്. അത് ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് അതില്ല. ഇന്ന് ക്യാമറാമാന് പേരേ ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം. ഒരു ടൈറ്റിലിൽ വരെ പേരുണ്ടാറില്ല എന്ന് വരെ എനിക്ക് തോന്നാറുണ്ട്. എന്താ പറഞ്ഞാൽ അതൊന്നും ഇല്ല, ആർക്കും ഒരു താല്പര്യമില്ല. എന്താ പറഞ്ഞാൽ ഡിജിറ്റൽ ആർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നായി, ആർക്ക് വേണമെങ്കിൽ എങ്ങനെയും ചെയ്യാം. ആദ്യം തന്നെ പറയുന്നത് ഇപ്പോൾ ക്യാമറാമാന് നിങ്ങൾ ഏത് ചെയ്തെന്താ ചെയ്യുക, ഞാൻ കല്യാണം എടുത്തിട്ടുണ്ട്, എന്നാൽ ഓക്കെ. താഴെത്തട്ടിൽ നിന്ന് വന്ന പ്രൊഡ്യൂസറൊന്നും അങ്ങനെ പറയില്ല. പക്ഷേ ചില പ്രൊഡ്യൂസറും അറിയില്ല, അവർക്ക് കാശ് ലാഭം, കാശ് കൊടുക്കണ്ടല്ലോ, ഓക്കെ. ഇക്കാര്യത്തിൽ പ്രൊഡ്യൂസർമാർ മാത്രം കുറ്റം പറയാൻ പറ്റില്ല, സംവിധായകരുണ്ട്, കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. വീഡിയോ കല്യാണം നമ്മുടെ സുഹൃത്താ, തീർന്നു, എന്തായാലും കാശും കൊടുക്കണ്ട. അതെല്ലാ പ്രൊഡ്യൂസറും അല്ല, ചില പുതിയ വരുന്ന പ്രൊഡ്യൂസേഴ്സ് ചെയ്യാറുണ്ട്, എനിക്കറിയാം.